ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മൾ എണീറ്റിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നമുക്ക് പണിക്ക് പോകണം. ഇന്ന് നമുക്ക് ഹാർവെസ്റ്റിംഗ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായിരിക്കും ഹാർവെസ്റ്റ് ചെയ്യാന്നുള്ളതൊക്കെ കാണിച്ചു തരാം. പിന്നെ വേറെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതും കാണിച്ചു തരാം. ഗൈസ്, നിങ്ങൾ കാണുക, നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായി ഗൈസ്. കണ്ടോ, ഗ്ലാസ് നമ്മുടെ വൈപ്പർ ഫുൾ സ്പീഡിലിട്ടിട്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഗൈസ്. വെള്ളം ഇത്രയും നിറഞ്ഞ് ഗൈസ്. കണ്ടോ, അപ്പോൾ നമ്മളങ്ങനെ പണിക്ക് എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഹാർവെസ്റ്റിംഗ് തുടങ്ങണം. സോ ഇവിടെ പലതും നിപ്പുണ്ട്, പക്ഷേ വലുതായത് മാത്രമേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുള്ളൂ. ഇത് സ്വിച്ച് സ്റ്റാർഡാണ്. സോ ഇതാണ് നമ്മളിനി ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലീഫ് ഹാർവെസ്റ്റാണ് ചെയ്യാൻ പോണേ. സോ ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ തൃശ്ശൂർ ഫാമിലത്തെ ഓണേഴ്സുമായിട്ടൊരു പ്രസൻറ്റേഷൻ, ഒരു മീറ്റിംഗ് ഉണ്ട് ഗൈസ്. കാരണം അവർക്ക് നമ്മുടെ ഫാമിൽ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകണമെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. സോ അതിന് വേണ്ടി നമ്മുടെ എല്ലാ ഗ്രീൻസിൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കാണിച്ചു കൊടുക്കാൻ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളതുകൊണ്ട് കോടിയും കൊണ്ടാണ് പോണത് ഗൈസ്. സോ എന്തായാലും അവിടെ വരെ നടന്നിട്ട് പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് കണ്ടു ഗൈസ്. സോ നമ്മൾ മീറ്റിങ്ങിൽ കയറാൻ പോവുകയാണ്. സോ മീറ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഫാമിൻ്റെ ഓണേഴ്സിനൊക്കെ ആദ്യമായി കണ്ടു. സോ ഇനിയിപ്പം അടുത്ത ആഴ്ച മിക്കതും തൃശ്ശൂർ ഫാമിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അവിടുത്തെ പണി കുറച്ചുകൂടിയും കഴിയാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂർ വ്ളോഗ്സ് ആയിരിക്കും ഗൈസ്. പിന്നെ സോ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഓക്കെ സെറ്റായിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇവിടെ പണിയെടുക്കാൻ വരുന്ന ആൾ തീയാന്ന് അതൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളിയതാ ഗൈസ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയാലേ അറിയുള്ളൂ എന്താ അവസ്ഥ എന്നുള്ളത്. വലിയ കുഴപ്പമില്ല, ചില്ലയായിട്ടുള്ള ഓണേഴ്സാണെന്ന് തോന്നുന്നു. വലിയ സീനൊന്നും തോന്നിയില്ല. ചില്ലല്ലെങ്കിൽ നമ്മൾ ചില്ലാക്കും, അതൊക്കെ അത്രേ ഉള്ളൂ. സോ എന്തായാലും ഇപ്പോൾ പോയി ഫാമിലത്തെ ഹാർവെസ്റ്റിംഗ്, ബോക്സ് പാക്കിങ് സാധനങ്ങളൊക്കെ ചെയ്യും. സോ ഗൈസ്, നമ്മൾ കോട്ടയത്തെ ഫാമിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊരു ലൈൻ ബസ് കയറ്റി വിട്ടിട്ട് അവരെ അവിടെ എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫാം. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. സോ ഇന്ന് എന്തൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കിലായിരുന്നു ഗൈസ്. കാര്യം പാക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നീട് കോട്ടയത്തേക്കുള്ള സാധനം കൊണ്ടുപോയി കൊടുക്കില്ല, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രസൻറ്റേഷന് പോകേണ്ടി വന്നു. സോ കാണിക്കാൻ പറ്റില്ല, സോറി ഗൈസ്. സോ നമുക്ക് നാളെ സെറ്റാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. സോ നാളെ അടിപൊളി വ്ളോഗായി വരുന്ന എല്ലാവർക്കും